എനിക്ക് അതത്രത്തോളം ഞങ്ങൾ നാട്ടുകാരോ അല്ലെ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല. കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ നിന്ന് മാറത്തില്ല കാര്യം, അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത്. അമ്മയെ സംബന്ധിച്ച് അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത്. പക്ഷേ സംസാരിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ്. പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും. അപ്പോൾ പിന്നെ അതുമായിട്ട് എന്താണ് അവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് തരണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുമായിരുന്നു. ആ രീതിയിൽ തന്നെ വളരെ പ്രതീക്ഷയോടാണ് അവർ രണ്ടാണും ഒരു പെണ്ണുമായത്, രഞ്ജിത ഉൾപ്പെടെ. അപ്പോൾ രഞ്ജിത അതിൻ്റെ സഹോദരന്മാരും വിദേശത്തിടയ്ക്ക് പോയിട്ടുണ്ട്. ഒരാളിപ്പോഴും വിദേശത്താണ്, ഒരാൾ നാട്ടിലുണ്ട്. അപ്പോൾ രഞ്ജിത പോലെ ഒരു പിതാവിനൊക്കെ ആണെങ്കിലും വളരെ പ്രതീക്ഷയോടാണ് വിദേശത്തോട്ടൊക്കെ വിട്ട് ആ രീതിയിൽ തന്നെ അവൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബത്തെ നല്ല രീതിയിൽ സഹായിക്കുകയും വീടിൻ്റെ കുടുംബത്തിന് തൊട്ട് സമീപം തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതിൻ്റെ പാലുകാച്ച് എനിക്ക് തോന്നുന്നു ചിങ്ങമാസത്തിലേക്ക് തന്നെ പാലുകാച്ച് നടത്തക്ക രീതിയിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഈ നാട്ടിൽ തന്നെ ഗവൺമെൻറ് സർവീസിലായിരുന്നു. കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റൽ, അതായത് ജില്ലാ ഹോസ്പിറ്റൽ കോഴഞ്ചേരിയിലാണ് നേഴ്സായിട്ട് ജോലി പ്രവേശിച്ചത്. അവിടെ നിന്നാണ് വിദേശത്തേക്ക് പോകുന്നത്. തിരിച്ച് ഇവിടെ തന്നെ വന്ന് ഡ്യൂട്ടിയിൽ കയറാൻ വേണ്ടിയായിരുന്നു. അപ്പം മാധവനാണേലും ഇച്ചിരി അസുഖമൊക്കെയുള്ള ചികിത്സയിലുള്ള ഇതാണ്. അപ്പം എല്ലാവരുടെയും രഞ്ജിതയുടെ മരണത്തിന് ശേഷം ഒരുപാട് പേരുണ്ടെങ്കിൽ ഭയങ്കര സംശയമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മക്കളെ കാര്യം. അവരുടെ ഭാവി ഇനി എന്തുവാണെന്നുള്ളൊരു കാര്യം ഭയങ്കര ചോദിച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ അമ്മൂമ്മയുടെ കൂടെ തന്നെയാണ് ഇവർ ജീവിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ അമ്മൂമ്മയ്ക്കും ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഭർത്താവിൻ്റെ കാര്യം ഇതേണൊക്കെ വരുന്നത്. പക്ഷേ അച്ഛൻ്റെ കൂടെ മക്കളെ വിടുന്നത് നല്ല കാര്യമാണെന്നൊന്നും നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും അത്ര തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടു കാര്യങ്ങളോ മക്കളെ കാര്യങ്ങളോ ഒന്നും നോക്കാറേ ഇല്ല. ഭയങ്കര കള്ളു കുടിച്ച് കിടക്കുന്ന ഒരാളാണ് അറിയാൻ സാധിച്ചത്. സോ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിൽ വേർപിരിഞ്ഞത്. മക്കളെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും രഞ്ജിതയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതേണൊക്കെ മരണത്തിന് ശേഷം തീർച്ചയായിട്ടും അച്ഛൻ്റെ തന്നെ ആയിരിക്കും മക്കൾ പോകുന്നത്. അതല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ഇരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം ഇതേണൊക്കെയുണ്ടെങ്കിൽ രഞ്ജിതയുടെ മരണത്തിന് ശേഷം ഒരുപാട് നഷ്ടപരിഹാരം അങ്ങനത്തെയൊക്കെ കിട്ടുന്നുണ്ട്. ആ പൈസ എല്ലാം പോകുന്നത് ആ ഭർത്താവിലേക്കായിരിക്കും. സോ നേരത്തെ വീട് നോക്കാത്ത ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന ഇതേ കണക്കത്തുള്ള പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മക്കളെ നോക്കുമെന്നുള്ളൊരു ഗ്യാരണ്ടി പോലും ഇല്ല. അങ്ങനെ നാട്ടുകാർക്കൊരു സംശയം എന്ന് പറയുന്നത് ഇതേ കണക്ക് മക്കളെ വിട്ടുകൊടുത്താൽ അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ നിർത്തുന്നതും കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്ക് നോക്കാൻ പറ്റുന്നെങ്കിൽ ആ അമ്മൂമ്മ തന്നെ നോക്കുന്നതാണ് ബെറ്റർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എങ്ങനെയാവുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആരെ തീരുമാനം എടുത്താലും ശരിയാ, കുട്ടികളുടെ ഭാവി നല്ലോണം പോകുന്ന രീതിയിൽ മാത്രമേ തീരുമാനം എടുക്കണമെന്നുള്ളതാണ് നല്ലൊരു കാര്യം. അതല്ലെങ്കിൽ അവരുടെ ജീവിതമായിരിക്കും ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാവുന്നത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ.